ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാട്രിയോട്ട് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ, സംഗീതം സുഷീൻ ശ്യാം, സിനിമാറ്റോഗ്രാഫി മാനുഷ് നന്ദൻ. അഭിനയിച്ചിരിക്കുന്നവർ നിങ്ങൾക്കറിയാമല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, നയൻതാര, രാജീവ് മേനോൻ തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്നു. സിനിമ ഒറ്റ വാക്കിൽ പറയുന്നെങ്കിൽ അതൊരു സോഷ്യൽ അവയർനെസ് ലക്ഷ്യമാക്കി എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടപ്പെട്ടു സിനിമ. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അത്രത്തോളം ഇല്ല എന്ന് വേണം പറയാൻ. സിനിമ തുടങ്ങുന്നത് തന്നെ JP സുന്ദരം എന്നൊരു കറപ്റ്റഡ് രാഷ്ട്രീയക്കാരൻ, പുള്ളിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഇതിൽ രേവതി നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു മേലുദ്യോഗസ്ഥ ഇതിൽ വന്നിരിക്കുന്നു. അതിൽ ഒരു സയൻറ്റിഫിക് മേഖലയിലുള്ള ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂട്ടി വന്നിരിക്കുന്നത്. ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്നുള്ളൊരു കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുന്ദരത്തിൻ്റെ മകനായിട്ട് ശക്തി എന്നുള്ളൊരു കഥാപാത്രമായിട്ടാണ് ഫഹദ് ഫാസിൽ വന്നിരിക്കുന്നത്. ശക്തിയുടെ പുളികായിട്ട് മൈക്കിൾ എന്നുള്ള കഥാപാത്രമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ വന്നിരിക്കുന്നത്. ശക്തി ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു പെരസ്കോപ്പ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ സംഭവം, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സയൻറ്റിഫിക് സംഭവമാണ്. അത് സാധാരണ ജനങ്ങളുടെ ഡേറ്റ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഫോണിലുള്ളൊരു ക്യാമറ, നിസ്സാരം ക്യാമറ നിങ്ങളുടെ ക്യാമറ ഓണാക്കാതെ തന്നെ നിങ്ങളെ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളെ വീക്ഷിക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ ഗവൺമെൻറ് മുഖേന അത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഈ സിനിമയിൽ മെയിനായിട്ട് വ്യക്തമായി. ഇതിനെതിരെ പൊരുതാനായിട്ട് ഡോക്ടർ ഡാനിയൽ ജെയിംസ് ഇറങ്ങുമ്പോൾ അതിൽ നേരിടുന്ന സംഘർഷങ്ങളും സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഇതിൽ മറ്റേ എടുത്ത് പറയേണ്ടത് മോഹൻലാലിൻ്റെ അതിഥി വേഷമാണ്. കേണൽ റഹീം നായിക് എന്നുള്ള ഒരു കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ വരുന്നത്. ഒരു 25 മിനിറ്റ്സ് ക്യാരക്ടറാണ്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നയൻതാര, ലതിക എന്നുള്ളൊരു ക്യാരക്ടർ നന്നായിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ വൈഫായിട്ട് സെറിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രത്തോളം ബഡ്ജറ്റ് ചിലവാക്കി ശ്രീലങ്കയിൽ പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. വെച്ച് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ ആയിരുന്നു. പിന്നെ മ്യൂസിക് പറയുന്നത് സുഷീൻ ശ്യാമിൻ്റെ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വീക്കായിട്ട് തോന്നിയതില്ല മ്യൂസിക് സെക്ഷൻ. ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ഒരു സൂപ്പർ താരങ്ങളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ സുഷീൻ ശ്യാമിൽ നിന്ന് കുറച്ചുകൂടെ നല്ല മ്യൂസിക് പ്രതീക്ഷിക്കും. ഇത് മെയിൻലി ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് സിനിമയാണ്. സാധാരണ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണമെന്ന് ഉറപ്പില്ല. പക്ഷേ ഇതിലെ 1-2 ആക്ഷൻ സീൻസ് വളരെ ഗംഭീരമായിരുന്നു. അതിഗംഭീരം എന്ന് ഞാൻ പറയുന്നില്ല, വളരെ കുഴപ്പമില്ല, ഗംഭീരമായിരുന്നു. ഈ ഓവറാൾ പറയുകയാണെങ്കിൽ ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് എല്ലാവരും കുഴപ്പമില്ല. പക്ഷേ മ്യൂസിക് എന്നെ നിരാശപ്പെടുത്തി. മ്യൂസിക് അത്രത്തോളം എത്തിയിട്ടില്ല. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ കൊള്ളാമെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഡയറക്ഷൻ, നല്ല അറ്റംപ്റ്റാണ്. ഒരു സോഷ്യൽ അവയർനെസ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടുള്ളൊരു നല്ലൊരു ചിത്രം, അത് വേണമെങ്കിൽ പറയാം. ഓവറാൾ ഒരു എബോവ് ആവറേജ് ഫീലാണ് എനിക്ക് നൽകിയത്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു തീം മലയാള സിനിമയിൽ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ തീം എടുക്കാൻ സാധിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ അടിയറ വെച്ച് ഉള്ള സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമ മലയാളത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നല്ലൊരു തീമാണ്, നല്ലൊരു ശ്രമമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. എന്നാലും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇത്തിരി കുറഞ്ഞു പോയി എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള ഒരു വലിയ താരങ്ങൾ ഒരുമിച്ച് ഒരു 16 വർഷത്തിന് 2020 ശേഷം അവരെ കാണുമ്പോൾ പ്രേക്ഷകർ കുറച്ചുകൂടെ പ്രതീക്ഷിക്കും. കുറച്ചുകൂടെ ഒരു മാസ് എലമെൻസ് വേണ്ട, ഒരു കൂടുതലൊരു ത്രില്ല് പ്രതീക്ഷിക്കും. പക്ഷെ അത് ഇതിൽ കിട്ടിയിട്ടില്ല. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.